ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തെ ആകെ തകർത്ത് മതേതരത്വം ഇല്ലാതാക്കുന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. കേരളത്തെ പാടെ അവഗണിച്ച് വികസനം മുരടിപ്പിക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തലശ്ശേരിയിൽ കേന്ദ്ര ബജറ്റിനും കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയ്ക്കുമെതിരെ ടെലിഫോൺ ഭവനിലേക്ക് LDF നേതൃത്വത്തിൽ നടന്ന ബഹുജന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു EP ജയരാജൻ. ഇന്ത്യൻ ജനത ഏകോദര സഹോദരങ്ങൾ. ഭരണ സംവിധാനത്തിൽ എല്ലാ സ്ഥാപനങ്ങൾക്കും തുല്യ അവകാശം നൽകുന്നതാണ് ഫെഡറൽ സംവിധാനം. എന്നാൽ BJP ഗവൺമെൻറ് ഈ ഫെഡറൽ സംവിധാനത്തെ തകർക്കുകയാണ്, മതേതരത്വത്തെ തകർക്കുകയാണ്, ജനാധിപത്യം തകർത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ ജനങ്ങൾക്ക് നൽകുന്ന അവകാശങ്ങൾ ഓരോന്നോരോന്നായി നിഷേധിച്ചുകൊണ്ട് പടിപടിയായി ഈ രാജ്യത്തിലെ ജനാധിപത്യവും മതേതരത്വവും ഫെഡറൽ സംവിധാനങ്ങളും തകർക്കാനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് ഫെഡറൽ സംവിധാനത്തിന് നേരെയുള്ള ആക്രമണം. ശത്രു പട്ടികയിൽ ഉൾപ്പെടുത്തി കേരളത്തിന്റെ അവകാശം നിഷേധിക്കുകയാണ് കേന്ദ്ര സർക്കാർ. കേരളത്തിന്റെ വികസന മുരടിപ്പിനായാണ് ഇവരുടെ ശ്രമം. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ബജറ്റ്. ഇന്ത്യയിൽ മതാധിഷ്ഠിത രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ കോർപ്പറേറ്റുകൾക്ക് കൂറുചേർത്തുള്ള ഭരണമാണ് RSSന്റെ ഭാഗമായുള്ള BJP നടത്തുന്നതെന്നും RSSനും BJPക്കും വേണ്ടിയുള്ള അധ്യായങ്ങൾ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തുകയാണെന്നും EP ജയരാജൻ കുറ്റപ്പെടുത്തി. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ NCERTയുടെ പഠന വിഷയങ്ങളിൽ സിലബസിൽ ഇപ്പോൾ പഠിപ്പിക്കുന്നത് ശാസ്ത്രമൊന്നുമല്ല, ശാസ്ത്ര പാഠ്യപദ്ധതികൾ എടുത്തുമാറ്റി ഇപ്പോൾ സങ്കല്പങ്ങൾ, മിത്താണ് ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സങ്കല്പങ്ങളാണ്. ഗാന്ധിവധം സംബന്ധിച്ചിട്ടുള്ള കുട്ടികളെ പറയാൻ വേണ്ടി പോലും പാടില്ല, പാഠ്യപദ്ധതിയിൽ നിന്ന് നീക്കം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ നടന്ന വംശീയ കലാപങ്ങളെക്കുറിച്ച് പൂർണ്ണമായും ആ കലാപങ്ങളൊന്നും ആരോടും പറയാൻ പാടില്ല, കുട്ടികൾ മനസ്സിലാക്കേണ്ടതില്ല. ഇന്ത്യയിലെ ചരിത്രത്തെ നിഷേധിക്കുകയാണ്. ഗോഡ്സേക്ക് മാഹാത്മ്യം കൊടുക്കുകയാണ്. ഇങ്ങനെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പാഠ്യപദ്ധതികളിൽ സിലബസിൽ RSSനും BJPക്കും വേണ്ടിയിട്ടുള്ള അധ്യായങ്ങൾ കൂട്ടിച്ചേർക്കുന്നു. ആ സിലബസ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും അംഗീകരിച്ചു കൊള്ളണം. ശാസ്ത്ര പഠനങ്ങളല്ല, മിത്തുകളാണ് പഠിപ്പിക്കേണ്ടത് എന്ന നില സ്വീകരിക്കുന്നു. വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ ബുദ്ധിപരമായ വളർച്ചയെ ദുർബലപ്പെടുത്തുന്നു. ഇത്തരമൊരു വ്യവസ്ഥ കേരള ഗവൺമെൻറ് അംഗീകരിക്കണം. എല്ലാ ഗവൺമെൻറ്റും അംഗീകരിച്ചു കൊള്ളണം. RSSനെ കുറിച്ചും മാഹാത്മ്യങ്ങൾ ഈ പാഠ്യപദ്ധതിയിൽ ഉൾക്കൊള്ളിച്ച് പഠിപ്പിക്കണം. ഇതാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. NCP ജില്ലാ പ്രസിഡന്റ് K സുരേശൻ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം MC പവിത്രൻ, ഏരിയ സെക്രട്ടറി CK രമേശൻ, CPI സംസ്ഥാന കൗൺസിൽ അംഗം CP ഷൈജൻ, കാരായി ചന്ദ്രശേഖരൻ, മുഹമ്മദ് അഫ്സൽ, K വിനയരാജ്, അഡ്വക്കേറ്റ് നിഷാദ്, ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു.